മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. നമ്മുടെ അനീഷും ഗ്രൂപ്പ് കളിക്കാൻ തുടങ്ങിയോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ ആദിലയും നൂറയുമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. കാരണം ഇന്നലെ വരെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിൽ ഇടപെടാത്ത ഒരു വ്യക്തിയായിരുന്നു അനീഷ്. അല്ലെങ്കിൽ ഇടപെടേണ്ട പ്രശ്നങ്ങളിൽ മാത്രം ഇടപെടുകയും ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു അനീഷ്. അനീഷിന് പൂർണ്ണമായിട്ടും വിശ്വാസമുള്ള ഉറപ്പുള്ള കാര്യങ്ങളിൽ മാത്രമാണ് അനീഷ് ഇതുവരെ ശബ്ദമുയർത്തിയിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ ഷാനവാസും നെവീനും തമ്മിലുള്ളൊരു പ്രശ്നത്തിൽ അനീഷ് ഷാനവാസിനേക്കാളും കൂടുതൽ കയറി ഇടപെടുകയും അനീഷിന് യാതൊരു വിധത്തിലും ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിലാണെങ്കിൽ പോലും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ ആദ്യം മുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അനീഷിനെ നമ്മളിങ്ങനെ സംശയിക്കില്ല. പക്ഷേ പെട്ടെന്ന് അനീഷും ഷാനവാസും തമ്മിൽ ഒരു ഗ്രൂപ്പിസം വന്നോ എന്നൊരു സംശയം ഇപ്പോൾ എല്ലാവർക്കുമുണ്ട്. ഷാനവാസ് പറയുന്ന കാര്യം സത്യമാണോ അല്ലയോ എന്ന് പോലും അനീഷ് അന്വേഷിക്കുന്നില്ല. അല്ലാതെ തന്നെ അനീഷ് ഷാനവാസിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് അനീഷ് പറയുന്നത് ഷാനവാസിൻ്റെ ഉറ്റ സുഹൃത്താണ്. ഷാനവാസിന് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഞാൻ അതിൽ ഷാനവാസിൻ്റെ ഒപ്പം നിൽക്കുമെന്നാണ്. എന്തായാലും ഇപ്പോൾ ജിഷിനും ഷാനവാസിൻ്റെ ഒപ്പം കൂടിയിരിക്കുകയാണ്. അങ്ങനെ ജിഷിൻ, അനീഷ്, ഷാനവാസ് ഇവർ മൂന്നുപേരും മറ്റൊരു തരത്തിൽ ഗെയിം മാറ്റിപ്പിടിച്ച് കളിച്ചു തുടങ്ങുകയാണെന്നാണ് തോന്നുന്നത്. പക്ഷേ അനീഷ് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ പറയുന്നുണ്ട്, വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ഇത് തെളിയിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ ഷാനവാസിൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് പറയുന്നെങ്കിൽ ഞാൻ തന്നെയായിരിക്കും ആദ്യം ഷാനവാസിനെ തള്ളിപ്പറയാൻ പോകുന്നതുമെന്ന്. എങ്കിലും അനീഷിൻ്റെ സ്വഭാവത്തിൽ ചെറിയൊരു മാറ്റം വന്നു. കാരണം സത്യമാണോ അല്ലയോ എന്ന് പോലും അറിയാതെ അനീഷ് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എല്ലാവർക്കും ഇങ്ങനൊരു സംശയം വന്നിരിക്കുന്നത്. ഷാനവാസിൻ്റെ ഗ്രൂപ്പിലേക്ക് അനീഷ് ചേർന്നോ, ഗ്രൂപ്പ് കളി തുടങ്ങിയോ എന്ന്. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.